അടുത്തൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹിഗ്സ്ഫീൽഡ് എഐനെ പറ്റിയിട്ടാണ്. ഹിഗ്സ്ഫീൽഡ് എഐ എന്ന് പറയുന്ന ഈ ഒരു ടൂള് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ഒരു തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്ന നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഫോട്ടോസ്, ഇമേജസ്, കാര്യങ്ങളെല്ലാം ഹിഗ്സ്ഫീൽഡ് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫേവറേറ്റ് ടൂൾ ആയിട്ടുള്ള നാനോ ബനാന, ക്ലിങ് പോലുള്ള ഒരുപാട് ടൂൾസ് ഇതിനകത്ത് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസൈനേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് ഹിഗ്സ്ഫീൽഡ് ആണ്. ബിക്കോസ് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഈവൻ ഒരു സിനിമ പോലും ഹിഗ്സ്ഫീൽഡ് വഴി ചെറിയ ചെറിയ രീതിയിലുള്ള ക്ലിപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊരു ഷോർട്ട് ഫിലിം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിഗ്സ്ഫീൽഡ് വഴി അതിൻ്റെ ക്ലിപ്സ് എല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം അടിപൊളി മോഷൻസ് വരുത്താനും അടിപൊളി വിഷ്വൽസ് എഫക്റ്റ് വരുത്താനും അതൊക്കെ നമ്മുടെ ഫേസ് സോപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു കിടിലൻ AI ആണ് ഹിഗ്സ്ഫീൽഡ്. ഇവിടെയൊക്കെ നോക്കിയാൽ കുറെ ആളുകൾ ഹിഗ്സ്ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള കുറെ ഇമേജസ് കാണാൻ പറ്റും. കൂടാതെ ഹിഗ്സ്ഫീൽഡിന്റെ തന്നെ AI ഇൻഫ്ലുവൻസർ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതുവഴി ഇൻഫ്ലുവൻസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ക്യാമറ കൺട്രോൾസ്, ദിസ് ഈസ് ബെറ്റർ ഓപ്ഷൻ. മൂവീസിനൊക്കെ കൂടുതലും പല ഷോട്ടുകൾ ആവശ്യമാണ്. സോ ഇതൊക്കെ കണ്ടില്ലേ എത്ര അടിപൊളി ഫ്ലൈയിങ് ക്യാം ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ഷോട്ട്, ബുള്ളറ്റ് ടൈം, ത്രൂ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കിടിലൻ ഷോട്ടുകളൊക്കെ ഇതിൽ ക്രിയേറ്റ് ആക്കാൻ പറ്റും. ദെൻ വൈറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. UGC ആഡ് ചെയ്യാൻ പറ്റും, കൊമേഴ്ഷ്യൽ ആഡ് ചെയ്യാൻ പറ്റും. അതെനിക്ക് തന്നെ മിനിമാക്സ് ഹോലി എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമാണ്. സോറ കമ്മ്യൂണിറ്റി ഉണ്ട്, വാൻ 2.3 കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമാണ് ഹിഗ്സ്ഫീൽഡ്. സോ ഇപ്പൊ എന്താ ഏറ്റവും പുതിയ സംഭവം എന്ന് വെച്ചാൽ ഹിഗ്സ്ഫീൽഡിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഹിഗ്സ്ഫീൽഡിൽ ക്ലിങ് 3.0 വരികയാണ്. നമുക്കറിയാം ക്ലിങ് എന്ന് പറയുന്നത് ഒരു കിടിലൻ മോഷൻസ് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ടൂളാണ് ക്ലിങ്. ക്ലിങ് 3.0 നിങ്ങൾക്ക് ഇനി മുതൽ നമ്മുടെ ഹിഗ്സ്ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഹിഗ്സ്ഫീൽഡ്.ai 3.0 /ക്ലിങ് 3.0 പോയാൽ കാണാൻ പറ്റും. ക്ലിങ് ഇവിടെ എഴുതിയിട്ടുണ്ട് ദി എറ ഓഫ് ദി AI ഡയറക്ടർ. AI ഡയറക്ടറിന്റെ എറയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. സോ ഇനി നമുക്ക് ഒരു ഫിലിമൊക്കെ തന്നെ AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ക്ലിങ് 2.6 തന്നെ വേറെ ലെവല് കാര്യങ്ങളാണ്. അതിൽ നമുക്ക് 10 സെക്കൻഡോളമുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലിങ് 3.0 വരുമ്പോഴത്തേക്ക് നമുക്കൊരു 50 സെക്കൻഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ കൺസിസ്റ്റൻസി, ക്ലിങ് 3.0 കൺസിസ്റ്റൻസി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അബ്സല്യൂട്ട് സബ്ജക്ട് കൺസിസ്റ്റൻസി, utilizing an extended content window, WAN 2.6 generate up to 15 second videos without improved temporal degrading. സോ നിങ്ങൾ ഏത് സീനാണോ ക്രിയേറ്റ് ചെയ്ത് ആ സീൻ തമ്മിലുള്ള കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്റലിജൻസ് സീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആണ് നമ്മുടെ ക്ലിങ് 3.0 ഹിഗ്സ്ഫീൽഡിലേക്ക് വരുമ്പോഴുള്ളത്. സോ നിങ്ങൾക്ക് ക്ലിങ് 3.0 റിലീസ് ആയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിങ് 3.0 ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ വെയിറ്റ് അതാണ്ടേ ക്ലിങ് 3.0 ഒഫീഷ്യലി റിലീസ് ആയിട്ടില്ല. ക്ലിങ് 0.1 ആയിരുന്നു വെയിറ്റിംഗിൽ ഉണ്ടായിരുന്നത്. ക്ലിങ് 2.06 വന്നു, സിനിമാറ്റിക് വീഡിയോസ് വിത്ത് ഓഡിയോ ആയിട്ട്. ദെൻ മോഷൻസ് എല്ലാം കൺട്രോളൊക്കെ വെച്ചിട്ടൊക്കെ പുതിയൊരു ഇത് വന്നു. ഇനി മൂന്നാമത് വരാൻ പോകുന്നത് ക്ലിങ് 3.0 ആണ്. ലോങ്ങർ ഫോർമാറ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിങ് 3.0 നിർമ്മിക്കാൻ പറ്റും. അതേ കണക്ക് തന്നെ ഇപ്പം കൺസിസ്റ്റൻസി ആണ് ഏറ്റവും കൂടുതൽ AI ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം കൺസിസ്റ്റൻസിയാണ്. അത് ക്ലിങ് 3.0 വരുന്നതോടുകൂടി അത് പരിഹരിക്കപ്പെടുമെന്നാണ് നമുക്ക് ക്ലിങ് 3.0 അപ്ഡേറ്റിൽ കാണാൻ പറ്റുന്നത്. അത് എനിക്ക് തന്നെ 4K വീഡിയോസ്, ഹൈ എൻഡ് വീഡിയോസ് നിങ്ങൾക്ക് നിർമ്മിക്കാനായിട്ട് പറ്റും.
ക്യാരക്ടർ ഇൻ്ററാക്ഷൻസ് ഒക്കെ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആവുന്ന രീതിയിൽ ക്ലിം 3.0 വഴി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രൊഫഷണൽ AI ഗ്രേഡ് വീഡിയോ തന്നെ ക്ലിം 3.0 വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ക്ലിം 3.0 വരുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, അതായത് പല ടൂൾസിനും ഒരു വെല്ലുവിളി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കൂടെ അതിനകത്തോട്ട് മെർജ് ആകുമ്പോഴത്തേക്ക് അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ക്ലിം 3.0 യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ചെറിയ സബ്സ്ക്രിപ്ഷൻ ഫീസൊക്കെയാണ് ഫിക്സ്ഫീൽഡിനുള്ളത്. അതൊക്കെ വഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ AI ഇൻഫ്ലുവൻസർ സ്റ്റുഡിയോ വഴി പുതിയ AI ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് പരീക്ഷിക്കാം ഫ്രീ ആയിട്ട്. ഇവിടെ സിനിമാറ്റിക് സ്റ്റുഡിയോ ഉണ്ട്. സിനിമാറ്റിക് സ്റ്റുഡിയോ വഴി ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോക്കൽ ലെങ്ത്, ലെൻസ് ഒക്കെ തന്നെ നമുക്ക് ഇടാം. ക്യാമറ കണ്ടില്ലേ, അങ്ങനെയുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. വീഡിയോ സ്റ്റാർട്ട് ഫ്രെയിം കൊടുക്കാം, എൻഡ് ഫ്രെയിം കൊടുക്കാം, വീഡിയോ സെക്കൻഡ്സ് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ എക്സ്പീരിയൻസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കിട്ടില്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.